ഹായ് ഫ്രണ്ട്സ്, ക്രേസി ലേണിങ്ങിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിൻ്റെ പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് റീപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, പിന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യണ്ട, തുടങ്ങാം. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രക്രിയ, അതാണ് റീപ്രൊഡക്ഷൻ. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റീപ്രൊഡക്ഷൻ ഇസ് ദ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. എന്താണത്? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കുന്നത് എന്താ? ബയോളജിയാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജീവശാസ്ത്രം എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുക. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം, അതാണ് ബയോളജി അല്ലേ? അപ്പോൾ റീപ്രൊഡക്ഷനും ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്രിയ തന്നെയാണ്. ജീവനുള്ള ജീവജാലങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണെന്ന് പറയുന്നത്. ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺസ്. ഓക്കെ, അവരെ പോലെ ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിനെ പോലെ സിമിലറായിട്ട്, ഐഡൻറ്റിക്കൽ ആവണമെന്നില്ല. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ സെയിം അതേപടി ആവണമെന്നില്ല, ആവുന്ന കേസുകളും ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ജനറലായിട്ട് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സിമിലറായിട്ട്, ഇപ്പം നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ഓരോ ആൾക്കാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നീ അച്ഛനെ പോലെ തന്നെയാണ്, കണ്ണച്ഛൻ്റെ ആണല്ലോ, മൂക്ക് അമ്മേൻ്റെ ആണല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിസംബ്ലൻസ് ഉണ്ടാവും, നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതേപടി ആവണമെന്നില്ല. നിങ്ങൾ അച്ഛൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ സിമിലറാണ്. അപ്പോൾ കുട്ടികൾ സിമിലറായിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ്? റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവജാലങ്ങളൊന്നും ഇന്ന് കാണുന്ന മാതിരി ഈ ലോകം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇപ്പോൾ നമ്മളെ ഈ ജനറേഷനിൽ ആരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കുറേ കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകും, കുട്ടികളില്ലല്ലോ. അങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വംശം തന്നെ എൻഡാവും. ഓക്കെ, എക്സ്റ്റിങ്ക്റ്റ് ആവും. പിന്നെ അങ്ങോട്ട് ആ ഒരു സ്പീഷീസ് ഈ ലോകത്ത് ഉണ്ടാവില്ല. അത് ഫുഡ് ചെയിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരുപാട് എഫക്റ്റ് വരുന്ന ഈ ലോകത്തേക്ക് തന്നെ. അപ്പോൾ റീപ്രൊഡക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്? സർവൈവലിന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമ്മളെ സ്പീഷീസ് തലമുറകളോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്പീഷീസ് ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ലോകത്ത് ആരും ഒരേ മാതിരിയല്ല. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും സ്റ്റൈലും അവരുടെ ജീവിതശൈലി അനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റമുണ്ടല്ലേ? എന്നെപ്പോലെയല്ല നിങ്ങൾ, നിങ്ങളെപ്പോലെയല്ല ഞാൻ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബയോളജിക്കൽ വേൾഡ് നോക്കുകയാണെങ്കിൽ ഓരോ ജീവജാലവും വ്യത്യസ്തരാണ്. ഓക്കെ, അവരുടെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് അത് ഡിഫറെൻ്റ് ആണ്. ഓരോ ഓർഗാനിസത്തിനും ആ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഡിഫറെൻ്റ് ആണ്. കാരണം അവരുടെ ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചർ, അവരെങ്ങനെയാണ്, അവരുടെ ബോഡീൻ്റെ സ്ട്രക്ചർ, അവർ ജീവിക്കുന്ന സാഹചര്യം, അവരുടെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒക്കെ അവർ ഏത് ടൈപ്പ് റീപ്രൊഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് വേറെ ഓർഗാനിസംസ് വേറെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് റീപ്രൊഡക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. ഒരു പാരൻറ്റിൽ നിന്ന് തന്നെ യങ് വൺ വരികയാണെങ്കിൽ അത് എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇനി 2 പാരൻസ് ഇൻവോൾവ് ആണെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. നമുക്കിനി ഇന്ന് ഡെഫിനിഷൻസ് നോക്കാം. Whether there is participation of one organism or two in the process of reproduction, it is of 2 types. ഓക്കെ, ഒരു ഓർഗാനിസം ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എസെക്ഷൽ ആവും. ഇനി 2 ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ 2 പാരൻസ് ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവും. അപ്പോൾ when offspring is produced by a single parent with or without the involvement of gamete formation. ഇവിടെ ഒരുപാട് പേര് ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്.
അപ്പോൾ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യും സിംഗിൾ പാരൻ്റ്. ഓക്കെ, അത് മനസ്സിലായി. ഒരു പാരൻ്റ് തന്നെ കുട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ എങ്ങനത്തെ ഓർഗാനിസംസ് ആയിരിക്കും? സിമ്പിൾ ഓർഗാനിസംസ് ആയിരിക്കും. ഇപ്പോൾ അമീബ അങ്ങനത്തെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസം ഇല്ലേ, അവരാണ് ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് വിത്ത് ഓർ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗാമീറ്റ് ഫോർമേഷൻ. വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗാമീറ്റ് ഫോർമേഷൻ ഓക്കെ, ഏസെക്ഷൽ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ വിത്ത് എന്തിനാണ് വിത്ത് കൊടുത്തത്? വിത്ത് ഓർ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗാമീറ്റ് ഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിത്തിനുള്ള ഈ ഒരു ഉത്തരം എന്താ അറിയോ? ഈ ചില ഓർഗാനിസംസ്, ഈ ഹണി ബി, തേനീച്ചകളൊക്കെ അവരുടെ ഈ ക്വീൻ ബീസ്, ഈ തേനീച്ചകളുടെ ഹണി കോമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ബീസാണുള്ളത്. വർക്കർ ബീസും മെയിൽ ബീസും ക്വീൻ ബീയും അല്ലേ? മെയിൽ ബീസിന് എനിക്ക് തോന്നുന്നു ഡ്രോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വീൻ ബീസാണ് ഫീമെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അവരാണ് ഇങ്ങനെ കുട്ടികൾക്ക് ന്യൂ ഹണി ബീസിന് ജന്മം നൽകുന്നതൊക്കെ ക്വീൻ ബീസാണ്. മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നു, ക്വീൻ ബീസ് ആയിട്ടാണ് കോപ്പുലേഷനൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഫ്യൂസ് ചെയ്യാത്ത ഗാമീറ്റ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു 10 ഗാമീറ്റ് ഉണ്ടെങ്കിൽ ഒരു 8 മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റായിട്ട് ഫ്യൂസ് ചെയ്തു. ബാക്കി 2 ഫ്യൂസ് ചെയ്തില്ല, ഫ്യൂഷൻ നടക്കാതെ അവിടെ നിന്നു. ആ ഫ്യൂഷൻ നടക്കാതെ പോയ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ടാവില്ലേ, അത് ഡെവലപ്ഡായിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഗാമീറ്റിൽ നിന്ന് തന്നെ പുതിയൊരു ഓർഗാനിസം വരികയാണ്. പക്ഷേ അവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല, ഗാമീറ്റ് ഫോർമേഷൻ ഉണ്ട്, ഫ്യൂഷൻ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ ഉള്ള റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് പറയും? ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറയും. ഈ ഹണി ബീസിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ തൽക്കാലം ഈ വിത്ത് വരുന്നതിൻ്റെ ഇത് മനസ്സിലാക്കി വെക്കുക. കാരണം അങ്ങനത്തെ ഓർഗാനിസംസും ഉണ്ട്. ഗാമീറ്റിൻ്റെ ഫ്യൂഷൻ നടക്കാതെ ഒരു ഗാമീറ്റിൽ തന്നെ പുതിയൊരു ഓർഗാനിസം ഡെവലപ്പായിട്ട് വരുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ 2ാമത്തെ ടൈപ്പാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഹ്യൂമൻ ബീങ്സ് ഒക്കെ എങ്ങനത്തെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. നമുക്ക് പാരൻസ് 2 പേരും മെയിൽ ഫീമെയിൽ രണ്ടുപേരുടെയും ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ മനുഷ്യക്കുഞ്ഞ് ഉണ്ടാകുന്നത്. ഓക്കെ, fusion of male and female gametes is taking place. Okay, it is called sexual reproduction. 2 parents are involved. Okay, അപ്പോൾ അതാണ് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചു. 2 ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഏസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെ പുതിയൊരു ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിളാണ്. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നല്ലേ വേറൊരാൾ വരുന്നത്. അപ്പോൾ ഒരാളുടെ ജനറ്റിക് മേക്കപ്പ് മാത്രമേ ഇവിടെ മെയിനായിട്ട് റോള് പ്ലേ ചെയ്യുന്നുള്ളൂ. മെയിനായിട്ടല്ല, കംപ്ലീറ്റ് ആയിട്ട് റോള് പ്ലേ ചെയ്യുന്നത് ആരാണ്? ഈ ഒരൊറ്റ പാരൻ്റ് ഉണ്ടാവുള്ളൂ. ആ പാരൻറ്റിൻ്റെ ജനറ്റിക് മേക്കപ്പാണ്. എന്നുവെച്ചാൽ അവരുടെ ക്രോമോസോംസ്, അവരുടെ ക്യാരക്ടേഴ്സ്, അത് മാത്രമേ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. വേറൊരാളുടെയും പങ്ക് അതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരൊറ്റ പാരൻറ്റിൻ്റെ ഫുൾ ക്യാരക്ടറും പുതിയ ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവർ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും, നല്ല തിരുമൂടിയായിരിക്കും. ഈ പാരൻറ്റിനെ കണ്ടാലും കുട്ടീനെ കണ്ടാലും ഒരേ മാതിരി ഇരിക്കും, എക്സാക്റ്റ് കോപ്പി ആയിരിക്കും. അങ്ങനത്തെ കുട്ടികൾ, അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ പറയുന്ന ബയോളജിയിൽ വിളിക്കുന്ന ടേമാണ് ക്ലോൺസ്. അപ്പോൾ ഈ ക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോൺസ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലിയും ജെനറ്റിക്കലിയും സിമിലർ ഇൻഡിവിജ്വൽസ്. മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ എപ്പിയറൻസിൽ 2 പേര് കാണാൻ ഒരേമാതിരി, ട്വിൻസിനൊക്കെ മാതിരി. അതുപോലെ തന്നെ ട്വിൻസിലും ചില ഡിഫറൻസൊക്കെ നമുക്ക് കാണാൻ പറ്റൂലേ? ഇതിപ്പോൾ ഒരു അപ്പവും തൊപ്പും ആണെങ്കിൽ ഒരളപ്പ് വന്നും മറ്റേ തൊപ്പ് വന്ന് നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലത്തെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ലേ ട്വിൻസിലും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ പക്ഷേ ഇവിടെ ക്ലോൺസിൽ അങ്ങനെയല്ല, ഐഡൻറ്റിക്കലാണ് കാണാനും. പിന്നെ ഒരു ജനറ്റിക്കലി അവരുടെ ഉള്ളിലെ ക്രോമോസോംസ്, അവരുടെ ജനറ്റിക് മേക്കപ്പ് മൊത്തം ഫുൾ സിമിലറാണ്. ഈ ജനറ്റിക് മേക്കപ്പ് സിമിലർ ആണെങ്കിൽ മോർഫോളജിക്കലി അവർ സിമിലർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എക്സാക്റ്റ് കോപ്പീസാണ്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്
ഇനി ഓരോ ഓർഗാനിസത്തിന്, അപ്പം എന്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി. ഒരു ഓർഗാനിസത്തിൽ നിന്ന് തന്നെ വേറൊരു ഓർഗാനിസം വരുന്നു, അതാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇനി ഓരോ ഓർഗാനിസവും എങ്ങനെയാണ് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെറിയ ലോവർ ഓർഗനൈസേഷനുള്ള ഓർഗാനിസത്തിലാണ് കാണപ്പെടുന്നത്. ലൈക്ക് സിംഗിൾ സെൽഡ് ഓർഗാനിസം, അമീബ, പ്രോട്ടിസ്റ്റ. നമ്മൾ 11th പഠിച്ചിട്ടില്ലേ, ഒരുപാട് കിങ്ഡം, പ്രോട്ടിസ്റ്റ, മൊണീറ, ഫംഗൈ, അങ്ങനെ ആനിമലിയ, പ്ലാന്റ്, അങ്ങനെയാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോട്ടിസ്റ്റയും മൊണീറയും ഈ രണ്ട് ഗ്രൂപ്പ് എന്താണ്, സിമ്പിൾ ഓർഗാനിസംസ് ആണ്. അവർക്കിങ്ങനെ നമ്മളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ഓർഗാനിസമാണ്, ഒരുപാട് ഓർഗൻ സിസ്റ്റവും വലിയൊരു ശരീരമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇവരൊന്നും കാണാൻ കൂടെ കിട്ടൂല. ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഒറ്റ സെല്ലോ അല്ലെങ്കിൽ കുറച്ച് സെല്ലുകളോ കൊണ്ടോ ഉണ്ടാക്കിയ ഓർഗാനിസംസാണ് ഈ പ്രോട്ടിസ്റ്റയും മൊണീറയൊക്കെ. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടിസ്റ്റ രണ്ടും സിംഗിൾ സെൽഡാണ്. മൊണീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂകാരിയോട്ടാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നോളജിന് വേണ്ടി പറയാം. മൊണീറ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്സിന് മര്യാദയ്ക്ക് ന്യൂക്ലിയസ് ഒന്നും ഉണ്ടാവില്ല, അത്രയും ഓർഗനൈസ്ഡ് അല്ല. പക്ഷേ യൂകാരിയോട്സിന് എന്താണ്, നല്ല വൃത്തിക്കുള്ള നല്ല മെംബ്രെയിനൊക്കെ വരച്ച് നല്ല അടിപൊളി ന്യൂക്ലിയസും സെൽ ഓർഗനൈസും ഒക്കെ ഉണ്ടാവും. അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇവരിൽ എങ്ങനെയാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഏസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവരുടെ റീപ്രൊഡക്ഷൻ ഏസെക്ഷലാണ്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷനും ഇവരുടെ സെൽ ഡിവിഷനും ഒന്ന് തന്നെയാണ്. സെൽ ഡിവിഷൻ തന്നെയാണ് ഇവരുടെ റീപ്രൊഡക്ഷനും. ഒരു ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 2 സെല്ലാവുന്നു, എന്നിട്ട് ആ 2 സെല്ലും മെച്യൂർഡായിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് വളരുന്നു. അങ്ങനെയാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. അവരാദ്യം ആ സെല്ല് കണ്ടൻറ്റ് കുറച്ച് ഡബിളാക്കും, എന്നിട്ട് ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം മെല്ലെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അങ്ങനെ ആ 2 സെല്ലായി മാറും. ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ആണല്ലോ അവർക്ക്. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് 2 സെല്ലാവുന്നു, എന്നുവെച്ചാൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് 2 ഓർഗാനിസം വരുന്നു. അപ്പോൾ ഇവരുടെ സെൽ ഡിവിഷൻ തന്നെയാണ് ഇവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതാണ് ഇവിടെ പറയുന്നത്. പ്രോട്ടിസ്റ്റ, മൊണീറൻസിനൊക്കെ സെൽ ഡിവിഷൻ ഈസ് ഇറ്റ്സെൽഫ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അമീബയിൽ വരുന്ന ഈ ടൈപ്പ് സെൽ ഡിവിഷൻ തന്നെയാണിത്. ഇതിന് നമ്മൾ ബൈനറി ഫിഷൻ എന്നാണ് പറയുക. ബൈനറി ഫിഷൻ ആ വേർഡിൽ തന്നെ ഉണ്ട്. ബൈനറി എന്ന് പറഞ്ഞാൽ ബൈ മീൻസ് 2, 2 എന്നാണ് അർത്ഥം. ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആവുക. ഒരു സെല്ല് രണ്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയില്ലേ, 2 സെൽസായിട്ട് സെപ്പറേറ്റ് ആയി. അപ്പോൾ അങ്ങനെ ഫിഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആവുക, 2ആയിട്ട് സെപ്പറേറ്റ് ആവുക, 2 കഷ്ണങ്ങളായി മാറുക. ബൈനറി ഫിഷനാണ്, അതൊരു സെൽ ഡിവിഷൻ തന്നെയാണ്. ഇത് അമീബയിലാണ്, ഇത് നമുക്കറിയാമല്ലോ, ഇത് അമീബയാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് ഈസ്റ്റാണ്. ഈസ്റ്റിൽ ബഡ്ഡിങ് ആണ്. ബഡ്ഡിങ് വഴിയാണ് ഇവർ ഏസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സെൽ ഡിവിഷനാണ്. പക്ഷേ സെൽ ഡിവിഷൻ അൺഈക്വൽ സെൽ ഡിവിഷനാണ്. അൺഈക്വൽ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സെല്ല് ഫോം ചെയ്തിട്ടുള്ള ആ സെല്ല് ആദ്യത്തെ സെല്ലിനേക്കാളും ചെറുതായിരിക്കും. ചെറിയൊരു ബഡ് മെല്ലെ ഇങ്ങനെ ഫോം ചെയ്യും. മെല്ലെ അതിൻ്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇവിടെ ഫോം ചെയ്യും. അങ്ങനെ ഒരു ബഡ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ വേറൊരു ബഡ് ഉണ്ടാവും. അങ്ങനെ ബഡ് ഉണ്ടായിട്ട് പിന്നെ മെല്ലെ ഇത് ഡിറ്റാച്ച് ആയിട്ട് ഇവിടുന്ന് മാറ്റി ഇവർ വേറെ മാറിപ്പോവും. എന്നിട്ട് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കും. അങ്ങനെയാണ് ബഡ്ഡിങ്. ഓക്കെ, ഇത് ബഡാണ്. ബഡ് പിന്നെ മെച്യൂർഡായിട്ട് പുതിയൊരു ഈസ്റ്റായിട്ട് ജീവിക്കും. ഇതിൻ്റെ ഫേവറബിൾ കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ഈസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ ബഡ്ഡിങ് ചെയ്യാൻ തുടങ്ങും. ഇതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ബഡ്ഡിങ് ചെയ്യാൻ തുടങ്ങും. മെനി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. നമ്മൾ എക്സാമ്പിൾ ഏതാ കണ്ടത്? അമീബയിലാണ് ബൈനറി ഫിഷൻ കണ്ടുവരുന്നത്. ബൈനറി ഫിഷൻ എന്താണ്? 2ആയിട്ട് മുറിച്ചങ്ങ് പോവുക. ഓക്കെ, 2ആയിട്ട് സെപ്പറേറ്റ് ആവുക. അതാണ് ബൈനറി ഫിഷൻ, വേറെ ഒന്നുമില്ല. ഒരു സെല്ല് എ സെൽ ഡിവൈഡ്സ് ഇൻറ്റു 2 halves ആൻഡ് ഈച്ച് റാപ്പിഡ്ലി ഗ്രോസ് ഇൻറ്റു ആൻ അഡൾട്ട്. 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ സെല്ലും ഡെവലപ്പ് ആവുന്നു, പുതിയ മെച്യൂർഡ് അമീബയായിട്ട് മാറുന്നു. അമീബയിലും പാരമീഷ്യത്തിലും 2 എക്സാമ്പിൾസ് ആണ് തന്നത്. അമീബ, പാരമീഷ്യം. ബൈനറി ഫിഷിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് അമീബ, പാരമീഷ്യം. ഓക്കെ, അടുത്തത്
ഈസ്റ്റിൽ നമ്മൾ പഠിച്ചു അൺഈക്വൽ ഡിവിഷനാണ്. സ്മോൾ ബഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ദാറ്റ് റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി ടു ദ പാരന്റ് സെൽ, എവൻച്വലി ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് മെച്യൂർ ഇൻ ടു ന്യൂ ഈസ്റ്റ് സെൽ ഓർഗാനിസം. അതും നമ്മൾ പറഞ്ഞില്ലേ, സെൽ ഡിവിഷൻ തന്നെയാണ് ആരിലും നടക്കുന്നത്, ഈസ്റ്റിലും നടക്കുന്നത്. ഈസ്റ്റിൻ്റെ ഒരു സെല്ല് ഫേവറബിൾ കണ്ടീഷൻസ്, അവർക്ക് വേണ്ട എന്താ പറയുക, ഒരു എൻവിറോൺമെൻ്റ് ഒക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ മെല്ലെ സെല്ലിനെ റെപ്ലിക്കേറ്റ് ചെയ്യും, സെല്ലിൻ്റെ കണ്ടൻറ്റ് ഡബിളാക്കും, മെല്ലെ ചെറിയൊരു ഡിവിഷൻ ചെയ്യാൻ അവർ തയ്യാറാവും. അങ്ങനെ ഇവിടെ അവരിൽ കണ്ടുവരുന്നത് അൺഈക്വൽ ഡിവിഷനാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബഡ്ഡിങ് ആണ്, അതെങ്ങനെയാണ് ബഡ്സ് ഫോം ചെയ്യുന്നു, സെൽ ഡിവിഷൻ അൺഈക്വൽ ആയിരിക്കും, അങ്ങനത്തെ ചെറിയ ചെറിയ ടേംസ് മാത്രമേ നമുക്ക് നമ്മളെ സിലബസിൽ പഠിക്കാനുള്ളൂ. ഈസ്റ്റ് മെല്ലെ ഒരു ചെറിയ ബഡ് ഫോം ചെയ്യും, അതിന് ന്യൂക്ലിയസ് ആദ്യം ന്യൂക്ലിയസും പിന്നെ സെൽ ഓർഗനൽസൊക്കെ മെല്ലെ ഫോം ചെയ്തിട്ട് ഒരു ബഡ് ഫോം ചെയ്യും. പിന്നെ അത് മെല്ലെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ പാരൻറ്റിൻ്റെ അടുത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് പാരൻറ്റ് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പുതിയ മെച്യൂർഡ് ന്യൂ ഈസ്റ്റ് സെല്ല്, മെച്യൂർഡ് ഈസ്റ്റ് സെല്ലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബാക്കി ലൈഫൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട്. നമ്മളൊക്കെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛനും അമ്മയൊക്കെ ആദ്യം നമ്മളെപ്പോലെ ചെറിയ കുട്ടികളായിരുന്നില്ലേ, അത്ര ചെറുതൊന്നല്ല നമ്മളിപ്പോൾ, എന്നാലും എല്ലാവരും ചെറിയ കുട്ടിയിൽ നിന്ന് ആണല്ലോ നമ്മളെ ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം ആദ്യമൊക്കെ നമ്മൾ പാരൻസിൻ്റെ തണലിലായിരിക്കും, പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുമല്ലോ, നമ്മൾ വേറെ വീട് വെക്കും. അതുപോലെ തന്നെയാണ് ഈസ്റ്റും. ആദ്യം മെല്ലൊരു ബഡ് ഫോം ചെയ്ത് കുറച്ച് കാലം അമ്മേൻ്റെയോ അച്ഛൻ്റെ ഒരാളേ ഉള്ളൂ, അച്ഛനും അമ്മയൊക്കെ ഒരാളാണ് ഈസ്റ്റിന്. അപ്പോൾ ആ ഈസ്റ്റിൻ്റെ മുകളിൽ കുറച്ച് കാലം ഉണ്ടാവും, അതിനുശേഷം അത് ഡിറ്റാച്ച്ഡ് ആവും, മെച്യൂർഡ് ആവും, പുതിയൊരു ഈസ്റ്റായിട്ട് വളരും. ഓക്കെ, നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻസിസ്റ്റേഷനും സ്പോറിയുലേഷനും. ഇത് നമ്മൾ NCERT ക്വസ്റ്റ്യൻസിലും തന്ന ഒരു പാർട്ടാണ്. ഇവിടെ അമീബേൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അമീബ നല്ല സ്വസ്ഥമായിട്ട് നല്ല കൂളായിട്ട് ജീവിക്കുന്ന സമയത്ത്, ഒരു ഡേഞ്ചർ ഒന്നുമില്ല, ഇപ്പോൾ നല്ല ഫ്രീ ആണ്, നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് സാധാരണ ബൈനറി വിഷൻ ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ട്, അയ്യോ ഞാനിപ്പോൾ കംഫർട്ട് സോണിലല്ല, എന്തോ അപകടം വരുന്നുണ്ട് എന്ന് മൂപ്പർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അമീബയ്ക്ക് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറിയോ എന്താണ് സ്യൂഡോപോഡിയ എന്ന്? ഇതാ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണുന്നില്ലേ, ഇതാ വിരലുമാരത്തെ ഇങ്ങനെയുള്ള, ഇതാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. നോർമൽ കണ്ടീഷൻസിൽ നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഡേഞ്ചർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്യൂഡോപോഡിയൊക്കെ അത് ഉള്ളിലേക്ക് അങ്ങോട്ട് വലിക്കും. ഇനി ഇതൊന്നും വേണ്ട, ആർഭാടങ്ങൾ സ്റ്റൈലാക്കലൊന്നും വേണ്ട, ഇപ്പോൾ അവതാനായി. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ, എന്നിട്ട് 3 ലെയർ, ഓക്കെ, എന്തോ ഒരു അൺഫേവറബിൾ എന്തോ ഒരു എന്ന് പറഞ്ഞാൽ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ എന്ന് പറയുന്നത് കേട്ടോ, ഒരു 3 ലെയേർഡ് ഹാർഡ് കവറിങ് ഫോം ചെയ്യും മൂപ്പരെ സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം ശരിക്കും എന്താ സംഭവിക്കുന്നത്, എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, ക്ലൈമറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ച് ആയി കഴിഞ്ഞാൽ സ്യൂഡോപോഡിയ അമീബ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് 3 ലെയർ അങ്ങ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, 3 ലെയർ അവരെന്നെ ഉണ്ടാക്കുന്നതാണ്, അവരെ ബോഡീനെ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി റെസ്പോണ്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ചെറിയ ഓർഗാനിസത്തിൽ അവർക്കൊരു സെല്ലേ ഉള്ളൂ, ആ സെല്ലിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ, റെസ്പിറേഷൻ, ന്യൂട്രീഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, ഈ വക സംഭവങ്ങളൊക്കെ ആ ഒരൊറ്റ സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അമീബ എന്താ ചെയ്യുക, 3 ലെയർ ഒരു ഹാർഡ് കവറിങ് ഫോം ചെയ്യും, ഒരു നല്ലൊരു കട്ടിയുള്ള നല്ലൊരു കവറിങ് ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സിസ്റ്റ്. ഈ 3 ലെയർ ഈ സ്യൂഡോപോഡിയനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ആ 3 പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. ഓക്കെ അല്ലേ, അടിപൊളി, ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരാൾക്ക് ദുരിത സമയമൊന്നുമല്ലല്ലോ, എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് ശരിയാവും അല്ലേ. അതുപോലെ തന്നെ ഫേവറബിൾ കണ്ടീഷൻ, അമീബയ്ക്കും അങ്ങനെ ഒരു ദിവസം വന്നു, എല്ലാം നേരെയായി, ഫേവറബിൾ കണ്ടീഷൻസ് വന്നു. അപ്പോൾ എന്താക്കും അമീബ, എന്ത് ചെയ്യും, ഇനി ദുരിതകാലം വരുന്നതിന് മുമ്പ് എൻ്റെ വംശത്തിനെ ഒന്ന് പവർഫുൾ ആക്കണം. അതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്യും, അമീബ മൊത്തം മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്യും. എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഈ ബൈനറി ഫിഷനില്ലേ, 1, 2 ആവുന്നത്,
അതിപ്പോൾ 1 2 ആവുന്നതിന് പകരം 2 4 ആവും, 4 8 ആവും. അങ്ങനെ ഓരോ ഓർഗാനിസം തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് അമീബകൾ ഉണ്ടാക്കി വെക്കും. ഇപ്പോഴും ആ ഹാർഡ് കവറിങ് പോയിട്ടില്ല കേട്ടോ. ആ 3 ലെയർ ഇപ്പോഴും ഫേവറബിൾ കണ്ടീഷനിലും അതിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ നടക്കുന്നത്, മൾട്ടിപ്പിൾ ഫിഷനാണ്. അപ്പോൾ നമ്മളെ പവർ ഒന്ന് സൂപ്പർ ആക്കണം. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്പിൾ ഫിഷനൊക്കെ ചെയ്യും. നല്ലൊരു ചാൻസ് കിട്ടിയതാണ്, ഇപ്പോൾ ഫേവറബിൾ കണ്ടീഷനാണ്, ഇപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഫിഷൻ അങ്ങ് ചെയ്യും. എന്നിട്ട് ഒരുപാട് മിനിറ്റ് അമീബകൾ ഉണ്ടാക്കും, ചെറിയ കുട്ടി അമീബകൾ. മൾട്ടിപ്പിൾ ഫിഷനൊന്നുമില്ല കേട്ടോ. ബൈനറി ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് 2 സെല്ല് ഫോം ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു അമീബ ഉണ്ടാവും, ആ അമീബയിൽ നിന്ന് 2 ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ അമീബ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു, പിന്നെയും 2 ഫോം ചെയ്യുന്നു. ഇത് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു, 2 ഫോം ചെയ്യുന്നു. അങ്ങനെ ഫുൾ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്തിട്ട് ഒരുപാട് മിനിറ്റ് അമീബേനെ, കുട്ടി അമീബകളെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കുട്ടി അമീബകൾക്കുള്ള പേരെന്താണ്, സ്യൂഡോപോഡിയോസ്പോർസ്. ഒന്നുകൂടെ പറയൂ, സ്യൂഡോപോഡിയോസ്പോർസ്. ഓക്കെ. പിന്നെ അങ്ങനെ ഒരുപാട് അമീബകളായി. ഈ 3 സിസ്റ്റിൻ്റെ ഉള്ളിൽ ഈ 3 ലെയർ ഉണ്ട്. ഈ 3 ലെയറിൻ്റെ ഉള്ളിൽ ഒരുപാട് അമീബ കുഞ്ഞുങ്ങളായി. കുറേ മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്തിട്ട് ഒരുപാട് അമീബ കുഞ്ഞുങ്ങളായേ. അങ്ങനെ അത് അത്രയും പ്രഷർ അത്രയും താങ്ങാൻ വയ്യാതെ ഒരുപാട് അമീബ കുഞ്ഞുങ്ങളായപ്പോൾ ഇവിടെ ഒരുപാട് നല്ല പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ആ സിസ്റ്റം ടക്ക് ഒരു പൊട്ടല, ആ സിസ്റ്റ് വോള് ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് സ്പോർസൊക്കെ എന്താവും, ഈ അമീബ കുഞ്ഞുങ്ങളൊക്കെ ഇതിനെ സ്യൂഡോപോഡിയോസ്പോർസ് എന്നല്ലേ നമ്മൾ വിളിച്ചത്. അപ്പോൾ ആ സ്പോർസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എൻവിറോൺമെൻറ്റിലേക്ക്, സറൗണ്ടിങ്സിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അവർ വളരും, മെച്യൂർഡായിട്ട് പുതിയൊരു അമീബയായിട്ട് വളരും. ഓക്കെ. ആ എന്താണ് ഈ ഇമ്മെച്യൂർ ആയിട്ടുള്ള ഈ സ്യൂഡോപോഡിയോസ് മിനിറ്റ് അമീബേനെ സിസ്റ്റ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രോസസ്സില്ലേ, അതാണ് സ്പോറിയുലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മിനിറ്റ് അമീബ മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്തിട്ട് ആ സ്പോർസ് സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യും. സിസ്റ്റ് വാൾ പൊട്ടും, സ്പോർസ് പുറത്തേക്ക് വരും. ആ ഒരു പ്രോസസ്സാണ്. എന്നിട്ട് പുതിയൊരു അമീബയായിട്ട് വളരും. ആ ഒരു പ്രോസസ്സിനാണ് സ്പോറിയുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻസിസ്റ്റേഷനും സ്പോറിയുലേഷനും അടിപൊളിയായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ കുറച്ചും കൂടെ വലിയൊരു ഓർഗാനിസത്തിലേക്ക് എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല, എന്നാലും ഈ അമീബ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളല്ലേ, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടെ വലിയൊരാളാണ് ഫംഗൈ. അവരെക്കാളും വെച്ച് നോക്കുമ്പോൾ ഫംഗൈ ഇവരെ ചേട്ടനല്ലേ. അതെ, കുറച്ചും കൂടെ ഒരു വലിപ്പവും മെച്യൂരിറ്റിയൊക്കെ മൂപ്പർക്കുണ്ട്. അപ്പോൾ ഫംഗയും പിന്നെ കുറച്ച് സിമ്പിൾ പ്ലാന്റ്സും, ആൽഗേ, അങ്ങനത്തെ പായൽ, അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള പ്ലാന്റ്സും അവരൊക്കെ ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യും. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്ക് ഏസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. കണ്ടില്ലേ, ഈ അമീബ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളല്ലേ. അങ്ങനെ ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കൂടുന്തോറും അവരുടെ റീപ്രൊഡക്ഷനിൽ വരുന്ന ആ ഒരു ഇതും നിങ്ങൾ നോക്കണം. ആ ഒരു എന്താ പറയുക, ഏസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സായി. ഏസെക്ഷൽ റീപ്രൊഡക്ഷന് ഒരു പുതിയ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു ആ ഒരു ലെവൽ കൂടിയപ്പോൾ. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ സ്ട്രക്ചേഴ്സാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, നമുക്ക് പേര് മാത്രം പഠിച്ചാൽ മതി. സൂസ്പോസ് അതാരിലാണ്, മൊട്ടൈൽ സ്പോസാണത്. മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്ലജല്ല ഉണ്ടാവും അവർക്ക്. മൂവ് ചെയ്യാൻ എന്താ ഫ്ലജല്ല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും ആ സെല്ലിൻ്റെ മുകളിൽ. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാതിരത്തെ സംഭവം തന്നെയാണ്, ഒരു സെല്ലാണത്. ഓക്കെ, അത് മൂവ് ചെയ്തിട്ടാണ്. ആ സൂസ്പോസാണ് ആരെ സഹായിക്കുന്നത്, ക്ലാമിഡോമോണസിനെ സഹായിക്കുന്നത്. ക്ലാമിഡോമോണസ് ഒരു ഫംഗയാണ്. അല്ല ആൽഗയാണ്. അവർ ആൽഗയാണ് കേട്ടോ. ക്ലാമിഡോമോണസ് എന്ന് പറയുന്നത് ആൽഗയാണ്. അപ്പോൾ ക്ലാമിഡോമോണസിനെ ഗ്രീൻ ആൽഗയിൽ വരുന്ന ഗ്രൂപ്പാണ് ക്ലാമിഡോമോണസ്. അപ്പോൾ അതിൽ ഏസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സാണ് സൂസ്പോസ് ഫ്ലജെല്ലയുള്ള സ്പോസാണ്. ഫ്ലജെല്ലയാണ് അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഇതാ ഈ സ്ട്രക്ചർ, ഈ കൊമ്പുമാരത്തെ, ഇത് ഫ്ലജെല്ലയാണ്. ഈ സൂസ്പോസ്
ഇത് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂസ്പോർ മുളച്ച് കഴിഞ്ഞാൽ പുതിയൊരു ആൽഗയായിട്ട് വളരും, പുതിയൊരു ക്ലാമിഡോമണസ് ആയിട്ട് മാറും. ക്ലാമിഡോമണസ് എന്ന് പറഞ്ഞാൽ ആൽഗെ ഗ്രൂപ്പിൽ പെടുന്നതാണെങ്കിലും ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ് ക്ലാമിഡോമണസ്. സിംഗിൾ സെൽഡ് ആൽഗയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ക്ലാമിഡോമണസ് ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. സ്പോറാണത്. സ്പോറൊന്നുമില്ല. സ്പോർ എന്ന് പറയുന്നത് നമ്മളെ വലിയ ഓർഗാനിസത്തിൽ ഗ്യാമീറ്റ് ഉണ്ടാവില്ലേ, ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലാണ് കേട്ടോ, ഹാപ്ലോയിഡ് സെല്ലാണ്, വേറെ ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലൊക്കെ നന്നായി പഠിക്കും. ഇപ്പോൾ ഏസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സ്പോറും ചെറിയ ഓർഗാനിസത്തിൽ ഒരു ഗ്യാമീറ്റ് പോലെ തന്നെയാണ്. അത് ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഫേവറബിൾ കണ്ടീഷനിൽ അത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അപ്പോൾ അതാണ് ക്ലാമിഡോമണസിൻ്റെ സൂസ്പോസ്. ഫിഗറൊക്കെ നല്ലോണം നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ പെനിസിലിയം എന്ന് പറയുന്നത് ഒരു ഫംഗൈൻ്റെ എക്സാമ്പിളാണ്. അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊനീഡിയ എന്ന് പറഞ്ഞ ഏസെക്ഷൽ സ്ട്രക്ചറിൽ നിന്നാണ്. എന്താണ് കൊനീഡിയ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ബഡ്സാണ്. ബഡാണ്, ചെറിയ മുട്ടുമാരത്തെ എക്സ്റ്റേണൽ ബഡ് മാതിരിയാണ് ഈ കൊനീഡിയ എന്ന് പറയുന്നത്. ഇതൊരു എക്സ്റ്റേണൽ സ്പോറാണ്, ബഡല്ല കേട്ടോ, സ്പോറാണ്, എക്സ്റ്റേണൽ സ്പോറാണ്. ഓക്കെ, എക്സ്റ്റേണൽ സ്പോർസ് ഫോം ചെയ്യാണ്. കൊനീഡിയോസ്പോസ് എന്ന് പറയും, കൊനീഡിയ എന്ന് പറയും. ഓക്കെ, കൊനീഡിയ എന്ന് പഠിച്ചാൽ മതി. കൊനീഡിയ ഇതാണ് പെനിസിലിയത്തിൻ്റെ സ്ട്രക്ചർ. പെനിസിലിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പോർസ് ഇങ്ങനെ ഫോം ചെയ്യാണ്. പിന്നെ അവർ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇത് പുതിയൊരു പെനിസിലിയായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഏസെക്ഷൽ സ്ട്രക്ചർ ഇവരെ ഏസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രയിൽ ബഡ്ഡിങ് ആണ്. ഹൈഡ്രേൻ്റെ ഒരു ഭാഗത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടക്കും. ആ സെൽ ഡിവിഷനിലൂടെ ചെറിയൊരു മുട്ട് ഫോം ചെയ്യും. എന്നിട്ട് അത് മെല്ലെ പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് മെല്ലെ അങ്ങനെ മെല്ലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ സെൽസും ഓരോ പാർട്ടായിട്ട് മാറി മെല്ലെ ഒരു കുട്ടി ഹൈഡ്രയായിട്ട് മാറും. കുട്ടി ബഡാവും, അത് ഡെവലപ്പ് ചെയ്തിട്ടൊരു ഹൈഡ്രയായിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ അത് പാരൻറ്റ് സെല്ലിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിറ്റാച്ചായി സെപ്പറേറ്റ് ആയിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് വളരും. അങ്ങനെയാണ് ബഡ്സാണ് ഹൈഡ്രേനെ ഏസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടതും കണ്ടതുമാണ്. പക്ഷേ ഒരു വെറൈറ്റി ടേമും കൂടെ ഉണ്ട്, ജെമ്യൂൾസ്. പോറിഫെറയെ കുറിച്ച് 11th പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സ്പോഞ്ചസ് എന്നാണ് നമ്മൾ അപ്പോൾ പഠിച്ചിരുന്നത്. ഈ സ്പോഞ്ചസിൻ്റെ ഉള്ളിൽ ജെമ്യൂൾസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും. ജെമ്യൂൾസ് എന്താണെന്നറിയോ? ഇൻറ്റേർണൽ ബഡ്സ് ആണ്. ഹൈഡ്രയിൽ കണ്ടില്ലേ, പുറത്താണ് ബഡ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ സ്പോഞ്ചസിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് ചെറിയ മുട്ടുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ജെമ്യൂൾസ് എന്ന്. അത് ഡെവലപ്പായിട്ടാണ് പുതിയൊരു സ്പോഞ്ച് ഉണ്ടാകുന്നത്. സ്പോഞ്ചസും വളരെ ചെറിയ ആനിമൽസ് ആണെങ്കിലും ആനിമൽസിൻ്റെ ഗ്രൂപ്പിൽ പെടുത്താമെങ്കിലും വളരെ ലോ ഓർഗനൈസേഷനുള്ള ഓർഗാനിസംസാണ്. പിന്നെ നിങ്ങൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം. കുറേ ഇങ്ങനെയുള്ള ഈ ബ്ലാക്ക് കളറിൽ ഇതെന്താണെന്നറിയോ? ഇത് സിലിക്കണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ സ്കെയിലുകളാണ് ഈ ജെമ്യൂൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇവരുടെ ഫ്യൂച്ചർ ജനറേഷനാണ് ഈ ജെമ്യൂൾസ്. അപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏസെക്ഷൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്ട്രക്ചേഴ്സിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. മെക്കാനിസത്തിനെ കുറിച്ചൊന്നും നമ്മളെ സിലബസിൽ ഇല്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വല്ല വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ നമ്മൾ സിലബസിൽ ഇത്രയും പഠിച്ചാൽ മതി. കൊനീഡിയ, ഫംഗൈ, ഓക്കെ, പെനിസിലിയ, കൊനീഡിയ, സൂസ്പോസ്, ക്ലാമിഡോമണസ്, ബഡ്സ്, ഹൈഡ്ര, ജെമ്യൂൾസ്, സ്പോഞ്ചസ്. ഓക്കെ, അപ്പോൾ ആനിമൽസിനുള്ള എന്ത് കഴിഞ്ഞു? ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി പ്ലാന്റ്സിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിക്കും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇത്രയും അടിപൊളിയായിട്ട് വായിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ ചോദിക്കുക. ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ. ബി ഹാപ്പി.